ഹലോ ഗായ്സ്, ഇന്നലെ ഞാൻ നമ്മുടെ ഒബ്രോൺ മോളിലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബുക്ക് ഫെസ്റ്റിന് പോയായിരുന്നു. അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് ഇത്. ഞാനൊരു 9 മണി 10 മണിയോട് കൂടി ഒബ്രോൺ മോളിലെത്തി. അവിടെ നിന്ന് ഇത്രയും ഒരു സെക്ഷൻ ഫുള്ള് ഇതുപോലെ നീണ്ടു നിവർന്ന് വിശാലമായ പുസ്തകങ്ങളുടെ കമനീയമായിരിക്കുന്ന ശേഖരമാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്സ് എല്ലാം ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ അറിഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർ കുറച്ച് ദിവസം കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രൊമോഷനേക്കാളെല്ലാം ഉപരി അവരിത് എപ്പോഴും തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ഒത്തിരി ജോനേഴ്സ് ഉണ്ടായിരുന്നു. സെൽഫ് ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ബുക്സ് ഉണ്ട്, അതുപോലെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഉണ്ട്, നോവൽസ്, ഓട്ടോബയോഗ്രഫി, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി ബുക്സും എഴുത്തും എല്ലാം ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്ന് പോയത്. ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന ബുക്സ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇങ്ങനെയാണ് അവിടെ ബുക്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറേ ബുക്സിൻ്റെ എല്ലാം റിപ്പീറ്റഡ് പല പല എഡിഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഡാവിഞ്ചി കോഡ് അതുപോലെയുള്ള വർക്ക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട്, പല എഡിഷൻസ് ഒക്കെ വന്നിരിപ്പുണ്ട്. അപ്പം നമുക്ക് ഇതിന് റേറ്റിംഗ് കാര്യങ്ങളും ഒക്കെ വരുന്നത് നമ്മളെടുക്കുന്ന ഒരു ബോക്സിനനുസരിച്ചിട്ടാണ്. ഒരു ബോക്സിൽ നമ്മൾ മാക്സിമം ബുക്സ് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് സ്റ്റഫ് ചെയ്ത് കുറേ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ലാസ്റ്റ് പാക്ക് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും അവരെന്നെ കൊണ്ട് 2-3 എടുത്ത് മാറ്റിച്ചു കേട്ടോ. അങ്ങനെ അത്രയ്ക്ക് വായിച്ചത് റിപ്പീറ്റഡായിട്ട് ഞാൻ വീണ്ടും എടുത്ത് സ്വന്തമാക്കി, വായിച്ചതിനകത്തുനിന്ന് സ്വന്തമാക്കി വെച്ചിട്ട് 2-3 ബുക്സ് എല്ലാം എടുത്ത് മാറ്റി. ഇതുവരെ വായിക്കാത്ത കുറച്ച് ബുക്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ബോക്സ് ഞാൻ അറേഞ്ച് ചെയ്തത്. അപ്പോൾ എൻ്റെ ബോക്സും ഞാൻ എടുത്ത ടെക്സ്റ്റ് ബുക്സ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. സമാധാനമായിട്ട് സന്തോഷമായിട്ട് മണിക്കൂറുകൾ നിന്ന് നമുക്ക് ബുക്സ് സെലക്ട് ചെയ്തുകൊണ്ട് വീട്ടിൽ സമാധാനമായിട്ട് പോരാനായിട്ട് പറ്റും. അതാണ് ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് പറയുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ബോക്സ് 1200 ആയിരുന്നു. ഈ ഒരു ബോക്സാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് മാക്സിമം നമുക്ക് ഒരു 13 ബുക്സ് വരെ കൊള്ളിക്കാൻ പറ്റും. പക്ഷെ ഞാൻ എടുത്ത ബുക്സിൻ്റെയൊക്കെ വലിപ്പമൊക്കെ കൊണ്ടിട്ടായിരിക്കണം എനിക്ക് അത്രയും ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. 10 ബുക്സാണ് ഞാൻ മൊത്തം എടുത്തിരിക്കുന്നത്. 13-14 ബുക്സ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ബില്ലിങ്ങിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ കൊണ്ടത് മാറ്റി വെപ്പിച്ചിട്ട് പറഞ്ഞു ബോക്സ് ക്ലോസ് ചെയ്യാൻ പറ്റണം. അതാണ് അവർ പറയുന്ന ഒരു കണ്ടീഷനെ. അങ്ങനെ ഈ ബുക്സൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എടുത്തതാണേ. ദെൻ എടുത്തിരിക്കുന്ന ബുക്സിൽ ഈ ഒരു ബുക്ക് ഞാൻ